തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാനും അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. പക്ഷെ എനിക്ക് അവരെ കാണാൻ, ബന്ധുക്കളെ കാണാൻ കഴിഞ്ഞില്ല. അതിനൊരു കാര്യമുണ്ട്, അതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഓരോരുത്തർക്കും നമ്മുടെ കമന്റ്സിൽ റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ്, കുട്ടിക്ക് ഇന്നലെ പനി ഉണ്ടായിരുന്നു എന്ന് അതിന്റെ അമ്മ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് കുറവുണ്ട്, എന്നാലും പനി തന്നെയാണ്. അടുത്ത ബന്ധുവാണ് അത് നമ്മോട് പറഞ്ഞത്. നമുക്ക് അമ്മയുടെ വോയിസ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. മോളെ രാവിലെ കണ്ട് ഡോക്ടർ വിളിച്ചായിരുന്നേ. മോളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവളെ വിളിക്കുമ്പോ അവളിങ്ങനെ ജസ്റ്റ് കണ്ണ് ചിമ്മുന്നുണ്ട്, പക്ഷെ തുറന്നു വരുന്നില്ല. വൈകിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു അവൾക്ക് പനി കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പൊ ഒരു 108 ആയിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഉള്ളില് ബോധമുണ്ട്. അവരും വിളിക്കുന്നുണ്ട്. അവരും വിളിക്കുമ്പോ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് വരുവാണ്. പിന്നെ വലത്തെ കൈ കലക്കുന്നുണ്ട്. കിഡ്നിക്ക് കുറച്ച് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. പക്ഷെ മൂത്രം ശരിക്കും പോകുന്നില്ല. ചതവ് കിട്ടിയതിന്റെയൊക്കെ ആണെന്ന് പറഞ്ഞു. അതിന്റെ മെഡിസിനും മരുന്നും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും. ഇന്നലെ തന്നെ അവര് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ പുതിയ ഒരു അപ്ഡേഷൻ, ഈ പറഞ്ഞതല്ല, ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് കേൾക്കാനിടയായത് കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിനായി പുറത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ കൂടെ ഉണ്ടായിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അവിടെ തന്നെ നിൽക്കുകയാണ്, പേടിച്ചു നിൽക്കുകയാണ്. നമ്മളോട് സംസാരിച്ച കുട്ടിയുടെ കുഞ്ഞമ്മ പറഞ്ഞത് അവർക്കൊക്കെ വല്ലാത്ത ടെൻഷനാണ് ഇപ്പോ. അതുകൊണ്ടൊന്നും പറയാൻ തന്നെ അറിയില്ല. ആൻജിയോഗ്രാം, ഡയാലിസിസ്, ഇങ്ങനെയുള്ള മെഡിക്കൽ ടേംസ്, വലിയ വാക്കുകൾ ആദ്യമായി കേൾക്കുന്നതിന്റെ ഭയമല്ല ശരിക്കും, അവർക്കൊക്കെ വല്ലാത്തൊരു ചിന്താഭ്രമമായിരിക്കുകയാണ്, ഇപ്പോ പേടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അവരുടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ അടുത്ത ഒരു ബന്ധുവിനിയുടെ ഡയാലിസിസ് ചെയ്തെന്നും അത് നല്ലൊരു ചികിത്സയാണെന്നും നമ്മുടെ ആ ബന്ധു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്, ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്നും ഒക്കെ ഞാൻ അവരെ ആ വിഷയം ബോധ്യപ്പെടുത്തി. അത് വെറുതെ പറഞ്ഞല്ല, സത്യമാണ്. കിഡ്നിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നെങ്കിൽ എന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീകുട്ടിയുടെ ഒരു ആരോഗ്യ പ്രോബ്ലം. ഒപ്പം പനിയും കുറവുണ്ട്, ഇന്നലത്തേനേക്കാൾ കുറവുണ്ട്. അത് ആശ്വാസമാണ്. ആ കുട്ടിയുടെ ആരോഗ്യത്തിൽ നമുക്ക് വരുന്ന കമന്റ്സിലൊക്കെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി അവരവരുടെ വിശ്വാസങ്ങളിൽ ആ ദൈവങ്ങളെ സാക്ഷി നിർത്തി, അവരവരുടെ ദൈവങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കമന്റ്സ് ഒക്കെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കസിൻസോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഫ്രോൺ മീഡിയയിലെ പ്രേക്ഷകരോട്, ഈ ലോകത്തുള്ള എല്ലാവരോടും അവര് കടപ്പെട്ടിരിക്കുന്നു. നന്മ മനസ്സുകളോട് അവര് എന്നും നന്ദിയുള്ളവരാണ്. അവർ അത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വീഡിയോയിൽ പറയുകയും ചെയ്യും. പിന്നെ ഇന്നലെ ആൻജിയോഗ്രാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു. അതിന്റെ അപ്ഡേഷൻസ് ഇന്ന് ഫാമിലിക്ക് കിട്ടിയില്ല, നമ്മളോടത് അവർ പറഞ്ഞതുമില്ല. രാവിലെ അവരെ കുട്ടിയെ കണ്ടിരുന്നു. ഇന്ന് കണ്ടതിനെ കുറിച്ചുള്ള കാര്യമാണ് നേരത്തെ വോയിസ് നമ്മൾ കേട്ടത്. കണ്ണിലും കൺപോളകളിലും കവളത്തും ഒക്കെ നീരുണ്ട്. വിളിക്കുമ്പോൾ കാണാനാകുന്ന പോലെ ഈ ഐബോള് കണ്ണ് ചലിക്കുന്നത് പോലെ ഒരു തോന്നൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് കണ്ടവർ പറഞ്ഞത്. പിന്നെ മോളെ എന്നൊക്കെ വിളിച്ചപ്പോ നമ്മൾ ഈ സങ്കടം ഉള്ളിലൊതുക്കി നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യില്ലേ, ശ്വാസം വേഗത്തിൽ എടുക്കുന്ന പോലെ ഒക്കെ ആ കുട്ടി പ്രകടിപ്പിച്ചു. ആളിന് ഉള്ളിൽ ബോധമുണ്ടെന്നാണ് ഡോക്ടേഴ്സ് ഫാമിലിയോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം ശ്രീകുട്ടി പഴയ പോലെ തിരിച്ചു വരാൻ. എന്താണ് ശ്രീകുട്ടി അല്ലെങ്കിൽ ആ വീട്, ആ വീട്ടുകാർ, അതുപോലുള്ള ധാരാളം വീടുകളും കേസുകളും മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ വീട്ടിന്റെ ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഒരു ട്രെയിൻ യാത്രക്കിടയിൽ അപരിചിതനായ ഒരാളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാഞ്ഞു പോകുന്ന ട്രെയിനിൽ നിന്നാണ് ആ കുട്ടി താഴേക്ക് വീഴുന്നത്. അപ്പോ ഈ ഒരു അവസ്ഥ നമുക്കെല്ലാം അറിയാം. പിന്നെ ആ വീടുകൾ അല്ലെങ്കിൽ അതുപോലുള്ള വീടുകളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ധാരാളിത്വത്തിൽ വളരുന്നതല്ല. അത് നല്ലൊരു ഉടുപ്പ് ആ കുട്ടി ഇട്ടിട്ടുണ്ട് എങ്കിൽ, ചിത്രത്തിൽ കാണുന്ന പോലെ നല്ലൊരു ഷൂ ഇട്ടിട്ടുണ്ട് എങ്കിൽ, ഒരാഴ്ചയോ 2 ആഴ്ചയോ മീനും സ്പെഷ്യലും ഒന്നും നമുക്ക് വേണ്ട. കുഞ്ഞിന് ആ പൈസയ്ക്ക് ഒരു ഉടുപ്പ് വാങ്ങാലോ ഷൂ വാങ്ങാലോ
എന്ന് വീട്ടിലെ എല്ലാവരും വിചാരിച്ച് മുളകും ഉപ്പും മാത്രം കൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് ബാക്കി വെച്ച തുക കൊണ്ടാണ് അതൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നത്. അവർ കണ്ണീരിൽ കുതിർന്ന് ഈ കഥകൾ പറയുമ്പോൾ അതിന്റെ അമ്മ പറയത്തില്ല കേട്ടോ, കാരണം അവരൊക്കെ അഭിമാനികളാണ്, ഇല്ലായ്മകളിലും അന്തസ്സോടെ ജീവിക്കുന്നവരാ. ആരുടെ മുമ്പിലും അവര് കൈനീട്ടി യാചിക്കാറൊന്നുമില്ല, അങ്ങനെയുള്ളവരല്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആ അമ്മയുടെ സഹോദരിയായ ഒരാളുടെ ഭർത്താവ് എന്തോ ക്യാൻസർ പോലുള്ള എന്തോ ഒരു അസുഖം വന്ന് മരിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് വിധവാ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ പൊതുപ്രവർത്തകർ അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ എല്ലാമായ കുട്ടികളുടെ അച്ഛൻ പോയി, അപ്പോ അത് വെച്ച് എനിക്കൊരു പണം വേണ്ട എന്ന് പറഞ്ഞവരാണ്. ഞാൻ പോയി കഷ്ടപ്പെട്ട് എൻ്റെ കുട്ടികളെ വളർത്തിക്കൊള്ളാം. അവരുടെ ഒരു മൊത്തത്തിലുള്ള രീതി അങ്ങനെയാണ് ആ വീട്ടുകാരുടെ. അപ്പോ നമ്മൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്നിടമുണ്ടല്ലോ, അത് ഒഴുകി പോകും പോലെ തോന്നും. നമ്മൾ ഒരു വിലയുമില്ലാത്ത പോലെ തോന്നും നമുക്ക്. ഈ സമൂഹത്തില് ധാരാളിത്വത്തിൽ ജീവിക്കുന്ന ധാരാളം സമ്പന്നതയും അതിസമ്പന്നതയും ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് മൊത്തം ജനസംഖ്യയുടെ ഒരു 1000-ൽ ഒരാള് എന്ന കണക്കിന് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ചുരുക്കം പേരുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വലിയ സാമ്പത്തിക അസമത്വമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ തെറ്റുകൊണ്ടല്ല ഈ രൂപത്തിലായിരിക്കുന്നത്, പഠിക്കാത്തത് കൊണ്ടല്ല, സ്പോർട്സിൽ കഴിവ് തെളിയിക്കാത്തത് കൊണ്ടല്ല, മിടുക്കില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെയാണ്. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നമ്മുടെ തൊഴിൽ ദാതാക്കളും ഒക്കെ തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ശ്രീകുട്ടി. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, കഷ്ടതകൾ പറയുന്നതല്ല. പുറത്ത് നാലാൾക്കൊപ്പം നിൽക്കുമ്പോൾ എന്റെ കൊച്ച് ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണ്, കുടിയിൽ നിന്ന് വന്നതാണെന്ന് ആരും വിചാരിക്കരുത്, അറിയരുത്. അങ്ങനെ ആ സഹോദരിമാരായ ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ട് ഇന്നും കഷ്ടപ്പെടുന്നു. അങ്ങനെ 19 വയസ്സ് വരെ എത്തിച്ച ഒരു കുട്ടി, ശ്രീകുട്ടി, ഇന്ന് എന്റെ സമൂഹത്തിന്റെ, എന്റെ നാടിന്റെ നോവായത് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിടുന്നത്. ഇതിന്റെ പിന്നിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായ ഒരു സമത്വമുള്ള ഒരു നാടായിരുന്നെങ്കിൽ, ജോലി കഴിവിനനുസരിച്ച് ജോലി എവിടെയും കിട്ടുന്ന ഒരു നാടായിരുന്നുവെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിലും PSC വഴിക്കുള്ള നിയമനത്തിന് പകരം കോൺട്രാക്ട് ബേസിന് ആളിനെ എടുക്കുകയും അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ വെച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാണ്. പഠിച്ച് പാസ്സായവർ കഷ്ടപ്പെട്ട് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ച് ജനിച്ച നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ നാൾ മുതൽ പ്രയത്നിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൽ, ലോകമല്ല നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ആ അറിവിൽ നിന്നാണ് അവർ ഇന്നലെ സംസാരിച്ചത്. ഞങ്ങൾ നാഷണൽ ലെവലില് സ്വിമ്മിങ് പ്രതിഭയാണ്, ഒരാള് മറ്റൊരാൾ സ്റ്റേറ്റ് ലെവലിലാണ്, എന്നിട്ടും ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്ന് വളരെ നിരാശയോടെ പറയുന്നതിൽ നിന്നാണ് ഞാനിത് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. അപ്പോ ഇതൊരു സന്ദേശമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പല മറ്റ് വീഡിയോകളിലെ കമന്റുകളിൽ വന്ന ഒരു സംഗതി, മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പല കേസുകളും ഉണ്ടല്ലോ എന്നാണ്. അങ്ങനെ പൊതുവായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതങ്ങൾ. ഓരോ ജീവിതവും പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ്. നന്ദി.